ഇപ്പോൾ വാർത്തയോട് പ്രതികരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീകുമാർ കൂടി ടെലിഫോണിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീകുമാർ. ഈ പോലീസ് അതിക്രമങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നമ്മൾ കാണുന്നതും ചർച്ച ചെയ്യുന്നതുമാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അതിലൊക്കെ ഒരു മറുപടിയൊക്കെ നൽകുന്നുണ്ട് സഭയിൽ. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം CPM-ന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രതികരണം താങ്കൾ കേട്ട് കാണുമെന്ന് കരുതുന്നു. ഈ സുജിത്തിനെ എത്രത്തോളം അതിക്രൂരമായാണ് മർദ്ദിച്ചത്, എത്രത്തോളം വലിയൊരു പീഡനമായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലൊരു ന്യായീകരണമാണ് ഇപ്പോഴും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്രയൊക്കെ പ്രതിഷേധം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇതിനെ ന്യായീകരിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണോ ഇനി പാർട്ടി നയം? നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഭരണത്തെ കുറിച്ച് വ്യാപക അമർഷം ഉണ്ടെങ്കിലും CPM മുഖ്യമന്ത്രി എത്ര ദുർബലമായ വാദമാണ് അവിടെ കൊണ്ടുവന്നത്. അദ്ദേഹം പഴയകാല കഥകൾ വിസ്തരിക്കാനാണ് സമയമെടുത്തത്. അത് വിസ്തരിക്കാനല്ലല്ലോ അടിയന്തര പ്രമേയം. ഇപ്പോഴും കേരളം സജീവമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരുടെ മർദ്ദനം. ആ മർദ്ദനം കണ്ട ശേഷമാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വന്നത്. അദ്ദേഹം പോലീസ് എഴുതി കൊടുത്ത കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചു എന്നുള്ളതല്ലാതെ ഒരു നടപടി എടുക്കാൻ അവർക്ക് കെൽപ്പില്ല, ഭരണത്തിന് കെൽപ്പില്ല എന്ന് വന്നിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ പോലീസ് ഭരണത്തിൽ ആഭ്യന്തര വകുപ്പിന് ഒരു സ്വാധീനമില്ല എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്നത് ഒരു CPM ഫ്രാക്ഷൻ ആകാനാണ് സാധ്യത എന്നൊക്കെ കരുതേണ്ടി വരും. കുന്നംകുളത്തെ മാത്രമല്ല, ഈ അടൂര് ഭാഗത്ത് DYFI പ്രവർത്തകൻ ലോക്കപ്പ് മർദ്ദനത്തിന് ശേഷം പുറത്തു വന്ന് മരിച്ച സംഭവമുണ്ട്. അതൊരു CPM നേതാക്കൾക്ക്, പ്രാദേശിക നേതാക്കൾക്ക് മർദ്ദനമേറ്റ കാര്യമുണ്ട്. ഒരുപാട് അമ്മമാർ അവരുടെ മക്കൾക്കേറ്റ മർദ്ദനത്തെ കുറിച്ച് പറയുന്നത്. ഇതൊന്നും പറയാതെ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തെ പോലീസും ഭരണകാലത്തെ പോലീസും 2006 തൊട്ട് 11 വരെയും 16 തൊട്ട് 24 വരെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ മുഖ്യമന്ത്രി ഇതൊക്കെ വായിച്ചു. പോലീസുകാരെ പിരിച്ചുവിട്ടു. ഈ പോലീസുകാരെ പിരിച്ചുവിട്ടത് എന്തിനാണെന്ന് വെച്ചാൽ അത് ജനങ്ങൾക്ക് കൃത്യമായി അറിയാത്തതുകൊണ്ടാണ്. പോലീസുകാരെ പിരിച്ചുവിടുന്ന മർദ്ദിച്ച് അല്ലെങ്കിൽ മോശമായി പെരുമാറിയൊന്നും അല്ല. അത് വേറെ ചില കുറ്റങ്ങളാണ്. അതായത് കൈക്കൂലി, അതുപോലെ അഴിമതി, ഇതൊക്കെ കാണിച്ചതിന്റെ പേരിലാണ് പിരിച്ചുവിടുന്നത്. അതൊരു പുതുമയുള്ള കാര്യമല്ല, ഏത് ഗവൺമെന്റ് കാലത്തും ചെയ്യും. ഇവിടെ CCTV ദൃശ്യങ്ങളാണ് ഈ പോലീസ് വെളിച്ചത്തുകൊണ്ടത്. വിവരാവകാശ നിയമപ്രകാരം ആണ് അത് കിട്ടിയത്. വിവരാവകാശ നിയമമാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ഈ മർദ്ദനമേറ്റവർക്കൊക്കെ സഹായകരമായ ഒരു രേഖ എന്ന് പറയുന്നത്. അപ്പൊ വിവരാവകാശ നിയമപ്രകാരം ഈ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടും അത് കണ്ടിട്ടും മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാൻ പറ്റില്ലെങ്കിൽ പോലീസിനെ ഇവർ ഭയക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് വേറെ വിഷയങ്ങളാണ്, അതിവിടൊക്കെ പെട്ടെന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ പോലീസിനെ ആഭ്യന്തരമന്ത്രിമാര് പോലീസിനെ ന്യായീകരിക്കാറുണ്ട്. പോലീസിനെ ആഭ്യന്തരമന്ത്രി തള്ളിപ്പറഞ്ഞ പിന്നെ ആരും പിന്നെ വിലവെക്കില്ല. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് എപ്പോഴും പോലീസിനെ ന്യായീകരിക്കും. പക്ഷെ പോലീസിന്റെ ക്രൂരത ഇന്നേ ഒരു ആഭ്യന്തര വകുപ്പും ന്യായീകരിച്ചിട്ടില്ല. ഇവിടെ CCTV ദൃശ്യം നമ്മൾ ഈ പല ചാനലുകളും ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന കുന്നംകുളം സംഭവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിപ്പോ കോടതിയിലാണ് രക്ഷ. ഇതിപ്പം ഈ കുന്നംകുളത്ത് മർദ്ദനമേറ്റ സുജിത്ത് അദ്ദേഹവും ഇനി കോടതിയിൽ പോയിട്ട് കേസിലെ പ്രതി ചേർക്കപ്പെടാത്തൊരു പോലീസുകാരനെ പ്രതി ചേർക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഹർജി കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ കോടതി അവസാനം തീരുമാനമെടുക്കും. കോടതിയുടെ മുൻപേ വന്ന് തെറ്റും മാപ്പും പറയേണ്ട അവസ്ഥ ഈ ഭരണാധികാരിമാർക്ക് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനു മുമ്പ് ജനങ്ങളുടെ ഉത്തരവാദിത്വമില്ലേ ഭരിക്കുന്നവർക്ക്? അപ്പൊ ആ മുഖ്യമന്ത്രിയാ പറയുന്നത് സമീപകാലത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, ജനമൈത്രിയാണ്, ജനകീയമാണെന്നൊക്കെ. അപ്പൊ ഇത് ജനങ്ങളെ പ്രശംസിക്കുന്ന ഒരു ഭാഗം കൂടിയായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്നത്തെ അടിയന്തര പ്രമേയം എന്ന ചർച്ചയിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനുള്ള അവസരമുണ്ട്. പക്ഷെ ആ മറുപടി തീരെ ദുർബലമായ വാഗ്മുഖങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ആ സഭ നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്നു. മുഖ്യമന്ത്രിക്ക് പ്രോത്സാഹജനകമായ കയ്യടി 1-2 തവണ ഉണ്ടായിട്ടുള്ളത്. അത് ഒരു ദുർബലമായ ഹർഷമായിരുന്നു. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ പോലീസിനെ ന്യായീകരിക്കാൻ ഭരണപക്ഷത്തുള്ളവർക്കും താല്പര്യമില്ല എന്ന് തന്നെയാണ്. കാരണം ഭരണപക്ഷത്തുള്ള പ്രവർത്തകർക്ക് വടികിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ നടത്തിയ പോലീസിനെ ന്യായീകരിക്കുന്ന ആഭ്യന്തര വകുപ്പ് സത്യത്തിൽ ഇടതുമുന്നണിയുടെ പോലീസ് നയമാണോ നടപ്പാക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് ഘടകകക്ഷികളായിട്ട് ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഈ ഒരു അവസ്ഥയിൽ ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ച വളരെ നന്നായി. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾ നേരിട്ട് കണ്ടു
10-12 ദിവസമായിട്ട് മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണ് പത്രലേഖയുടെ മുമ്പിൽ. ഇന്ന് സഭയിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹം കൃത്യമായ ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിച്ചു, അതും ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തില് ജനങ്ങൾക്ക് ഈ അടിയന്തര പ്രമേയ ചർച്ച കണ്ട ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, മുഖ്യമന്ത്രിക്ക് പോലീസിനെ ന്യായീകരിക്കേണ്ട ഗതികേട് അത് പാർട്ടിയുടെ ഗതികേടാണ്. ആ ഗതികേടിലേക്ക് എത്തിക്കുന്നതാണ്. ശരി, വളരെ നന്ദി ശ്രീ എൻ ശ്രീകുമാർ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.